ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ദൈവവചനവും പഠനവും നമുക്ക് വേണ്ട. കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട്, കർത്താവിന്റെ സ്നേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, കർത്താവിന്റെ മാതൃകയെ മാറ്റി നിർത്തിക്കൊണ്ട്, കർത്താവിന്റെ ഉപദേശത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ദൈവവചന പഠനവും നമ്മുടെ ദൈവസഭയ്ക്കകത്ത് വേണ്ട എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഉറപ്പിക്കാം. കാരണം ദൈവം നമ്മെ നിലനിർത്തിയിരിക്കും, ദൈവം നമ്മെ നടത്തിയിരിക്കും. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആശയമോ പ്രത്യയശാസ്ത്രങ്ങളോ സ്ഥാപിക്കുവാനായിട്ടല്ല നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. നമ്മളായിരിക്കുന്നത് ക്രിസ്തു ആരാകുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം എന്താകുന്നു, ഈ ക്രിസ്തു യേശുവിൽ കൂടി സർവശക്തനായ ദൈവം വിഭാവന ചെയ്തിരിക്കുന്നതായ ദൈവിക പദ്ധതികളെ തിരിച്ചറിഞ്ഞ ആ സ്വഭാവത്തോട് അനുരൂപപ്പെടണമെന്നുള്ളതായ ഏക ലക്ഷ്യത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. കർത്താവ് നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും, കർത്താവ് നമ്മെ ബലപ്പെടുത്തുക തന്നെ ചെയ്യും. അടിസ്ഥാനമുള്ള ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ ഉപമയാക്കി ദൈവം നമ്മെ തീർക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ ഞായറാഴ്ച നമ്മൾ എന്താണ് ആരാധന? ഞാൻ സത്യം നിങ്ങളോട് പറയാം, ആരാധന എന്ന് പറയുന്നത് സഭായോഗമല്ല. സഭായോഗമാണ് ആരാധന എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വരാൻ പാടില്ല. എവിടെയാ പോകുന്നത്? സധൈര്യം പറയണം, ഞങ്ങൾ സഭായോഗത്തിനാ പോകുന്നത്, ആരാധനയ്ക്കല്ല. കാരണം ആരാധന എന്ന് പറയുന്നതും സഭായോഗം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. സഭായോഗത്തിൽ ആരാധനയ്ക്ക് വേണ്ടി സർവശക്തനായ ദൈവം തന്റെ പുത്രനിൽ കൂടി നമ്മെ ഒരുക്കുന്ന ഒരു അനുഭവമാണ്. ആരാധന നടക്കുന്നത് സഭായോഗത്തിന് നടുവിലല്ല, നമ്മുടെ പച്ചയായ ജീവിതത്തിലാണ്. നമ്മുടെ പുറത്താണ് ആരാധന നടക്കുന്നത്. കാരണം സത്യ ആരാധന എന്താകുന്നുവെന്ന് അപ്പോസ്തല ദൈവസഭയെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നീതിയുടെ ആയുധമായി നാം സമർപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് സത്യാരാധന. ആ സത്യാരാധന നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ, ജീവിതത്തില് പ്രാവർത്തികമാക്കുവാൻ ഈ സഭായോഗങ്ങൾ പ്രയോജനപ്പെടണം. ഈ സഭായോഗങ്ങളിൽ അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കണം. അതായത് നമ്മൾ പുറത്തേക്കിറങ്ങി അടുത്ത 6 ദിവസം നാം പുറത്ത് സാധാരണ ജീവിതം നയിക്കുമ്പോൾ, നമ്മുടെ കൂട്ടുകാരുടെ നടുവിൽ, നമ്മുടെ വീട്ടുകാരുടെ നടുവിൽ, നാം ആയിരിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി ഉപയോഗിക്കാതെ നീതിയുടെ ആയുധങ്ങളായി ഉപയോഗിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് യാഗം, സത്യാരാധന. നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയാണ്, ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് സത്യാരാധന. പുറത്ത് അടിയും വഴക്കും, നമുക്കിഷ്ടമുള്ളതൊക്കെയും നാവിൽ കൂടെ പറഞ്ഞ്, ഇഷ്ടമുള്ളതൊക്കെയും പ്രവർത്തിച്ചിട്ട്, നമുക്കിഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഞായറാഴ്ച സഭായോഗത്തിന് വന്നിട്ട് കൈയടിക്കുന്നത് കൊണ്ടോ പാടുന്നത് കൊണ്ടോ അത് ആരാധനയല്ല. കൈയടിക്കുന്നതും പാടുന്നതൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ദൈവത്തെ പ്രൈസ് ചെയ്യുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. പക്ഷെ ആരാധന എന്ന് പറയുന്നത് അത് പുറത്തു നടക്കേണ്ടതാണ്. പാളയത്തിന് പുറത്താണ് യേശു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചതുപോലെ തന്നെ നാം പുറത്ത് അവന്റെ നിന്ദയും ചുമന്നുകൊണ്ട് പുറത്താണ് നമ്മുടെ യാഗം നടക്കുന്നത്. അവിടെയാണ് യാഗം നടക്കുന്നത്. അവിടെയാണ് ക്രിസ്തുവിന്റെ ആ സ്വഭാവത്തിന് അനുരൂപപ്പെട്ടുള്ളതായ ജീവിതം നാം നയിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ പണ്ട് നാം അനീതിയുടെ ആയുധങ്ങളായി ഉപയോഗിച്ചു, ഇപ്പോൾ നീതിയുടെ ആയുധങ്ങളായി ഉപയോഗിക്കുന്നു. ഓരോ ആവശ്യം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നാം നീതിയുടെ ആയുധമായി ഉപയോഗിക്കുമ്പോൾ സത്യാരാധന വെളിപ്പെടുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യത ഉണ്ടായിരിക്കണം. ആരെങ്കിലും നമ്മെ പ്രകോപിപ്പിക്കുവാൻ
അസഭ്യവും പറയുമ്പോൾ, നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് നാം മിണ്ടാതിരിക്കുമ്പോൾ എന്തുവാ വെളിപ്പെടുന്നറിയാമോ? സത്യാരാധന വെളിപ്പെടുകയാ. കാരണം നമ്മുടെ ശരീരത്തിന്റെ അവയവമായ നാവിനെ നാം എന്തു ചെയ്യുകയാണ്? അനീതിയുടെ ആയുധമായി ഉപയോഗിക്കാതെ അത് നീതിയുടെ ആയുധമായി നാം ഉപയോഗിക്കുകയാണ്. സത്യാരാധന വെളിപ്പെടുകയാണ്. യാഗം നടക്കുകയാണ് അവിടെ. പെന്തക്കോസ്തുകാരോട് ഇതൊക്കെ പറഞ്ഞാൽ അവര് പറയും, ഇതൊക്കെ എന്താ ഇത്? ഇതൊക്കെയാണോ ആരാധന? ഞങ്ങൾക്ക് ആരാധന എന്ന് പറയുന്നത് അറിയാമല്ലോ നമുക്ക്. അത് സഭാ ഹോളിൽ കടന്നു വന്ന് ആരാധിക്കാൻ വേണ്ടിയ എന്താ പ്രശ്നം എന്നറിയാമോ? ഈവൻ ആരാധനയെ കാണുന്ന സഭായോഗത്തിന്റെ അകത്ത് ആ പാട്ടിന്റെ അവസാനം മാത്രമാ പ്രസംഗമോ? അതൊന്നും പ്രശ്നമില്ല. ആദ്യം പാടിയ പാട്ടോ? അതൊന്നും അല്ല. അവസാനത്തെ ആ ഒരു അനുഭവമാണ് ആരാധന, അനുഭൂതി അത്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ലേ? നമ്മളെങ്ങനെ ചെയ്യുന്നത്? എന്തോ ചെയ്യുന്നത്? പാടിയ പാട്ടുകളെ ഓർത്തുകൊണ്ട്, അതിന്റെ വരികളെ സ്മരിച്ചുകൊണ്ട് നാം ദൈവത്തിന് മഹത്വം കരയറ്റും. അത് ദൈവത്തിന് പ്രസാദകരമാണ്. അല്ലാതെ ഇതാണ് ആരാധന എന്നുള്ള മനോഭാവത്തോടു കൂടി അല്ല നാം പാട്ടുകളെ പാടിയതിനു ശേഷം ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. പാട്ടുകളെ പാടി നമ്മൾ ഇവിടെ അവസാനം ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഇതാണ് ആരാധന എന്നുള്ളൊരു മനോഭാവം നമ്മുടെ ആരുടെയും ഹൃദയത്തിൽ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പിന്നെയോ നാം എന്താണ് ചെയ്യുന്നത്? നാം സ്തുതിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. അതേ കാൽവറിയിൽ എനിക്ക് പകരമായി മരിച്ച നാഥനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തത് നമ്മൾ പാടി. ക്ഷാമകാലത്ത് തന്നെ ക്ഷേമമായി പോറ്റുന്ന ആ കർത്തനെ നമ്മൾ പാടി സ്തുതിച്ചു. അത് അവസാനം അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓർത്ത് ദൈവത്തിന് കൈകടിച്ച് മഹത്വപ്പെടുത്തുകയാണ്. അല്ലാതെ ഈ അവസാനത്തെ ആ നന്ദി കരേറ്റലിനെ ആരാധനയാക്കി മാറ്റരുത് കേട്ടോ. അതല്ല ആരാധന. അത് ദൈവത്തിന് നമുക്ക് കൊടുക്കുന്ന സ്തുതിയാണ്, ദൈവത്തിന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ്. പക്ഷേ നമ്മുടെ ആരാധന പുറത്താണ് നടക്കുന്നത്. പാളയത്തിന് പുറത്താണ് നമ്മുടെ ആരാധന നടക്കുന്നത്. നമ്മുടെ ശരീരത്തെയാണ് നാം യാഗമായി സമർപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ഉപയോഗിക്കുമ്പോഴാണ് യാഗം നടക്കുന്നത്. ആ യാഗത്തിന് പറയുന്ന പേരാണ് സത്യ ആരാധന. അതിന്റെ രണ്ടാം പാർട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് വീണ്ടും ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കൊരു വേദവാക്യം